ഇതാണ് നമ്മളുടെ വെള്ളക്കാന്താരി. എല്ലാവർക്കും അറിയാമായിരിക്കും. അധികം എരിവുണ്ടാവില്ല, എന്നാൽ കാന്താരിയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കുരുടിപ്പ് വരുന്നത് കുറച്ച് കുറവായിരിക്കും. കുരുടിപ്പ് വരാതിരിക്കാനുള്ള വലിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു കീടനാശിനി കൂടിയാണ് ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്. അത് നമുക്ക് നേർപ്പിച്ച് ഈ പച്ചമുളകിനും അതുപോലെ കാന്താരിയൊക്കെ നമുക്കതിന് മുകളിലും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണമെന്നില്ല. ഞാനിത് നിലത്ത് നട്ടു കൊടുത്തതാണ്. അടിവളമായിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് വിത്ത് പാകി മുളപ്പിച്ച് അത് നല്ലൊരു ഉഷാറിൽ നല്ല തൈയായിട്ട് വരുന്ന സമയത്ത് ഞാനത് നട്ടു കൊടുത്തിട്ടുണ്ടായതാണ്. അതിൻ്റെ സൈഡൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അതുപോലെ പിന്നീടാണ് ഞാനതിന് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. ഇതിനധികം പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, പക്ഷെ നന്നായിട്ട് നമുക്ക് കാന്താരി കിട്ടുകയും ചെയ്യും. അപ്പം ഇത് നമുക്ക് നല്ല മീൻ കറിയിലും അതുപോലെ പുളിശ്ശേരിയിലൊക്കെ നമുക്ക്, അതായത് കറി ഉണ്ടാക്കി നമുക്ക് കൂട്ടാൻ നേരത്ത് 2 എണ്ണം ഞെരച്ച് എടുത്ത് കഴിക്കുന്നതും അതൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്, ഒരു നൊസ്റ്റാൾജി തന്നെയല്ലേ. അപ്പം പറ്റുന്നവരെന്തായാലും അത് നട്ടു കൊടുക്കാം. അപ്പം കിട്ടിയ കാന്താരി വെച്ചിട്ട് ഞാനൊരു കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് പഴുത്തു പോവും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ വെച്ച് അതിൻ്റെ മൊത്തമൊന്നും കളയുന്നില്ല, അത് മുഴുവനായിട്ട് തന്നെ ഞാനതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് പുറത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സിറക്കി ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് പുറത്ത് വെക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നമുക്കതൊന്നെടുത്ത് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. കൊളസ്ട്രോളിനൊക്കെ കാന്താരി കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.